നമുക്ക് ആരംഭിക്കാം അല്ലേ? നിയമസഭയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഞങ്ങൾ ആദ്യമേ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. ഈ ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ താല്പര്യത്തിന് അനുകൂലമായ എല്ലാറ്റിനെയും ഞങ്ങൾ അനുകൂലിക്കും. കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുകയും ചെയ്യും. എന്നാൽ അതേസമയം ഒരു പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെ എതിർക്കുക എന്നതിനല്ല മുൻതൂക്കം കൊടുക്കുക. ആദ്യഘട്ടത്തിൽ അവരുടെ പ്രവർത്തനം വീക്ഷിക്കുകയാണ് ചെയ്യുക എന്നും പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞ ഞങ്ങൾക്കുണ്ടായ അനുഭവം വളരെ കടുത്തതാണ്. നമ്മുടെ നാടിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായ ഒട്ടേറെ കാര്യങ്ങളാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നയമെന്ന രീതിയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പുതിയൊരു നിലയാണ് ഇക്കഴിഞ്ഞ നിയമസഭയിലുണ്ടായത്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ ലാഭക്കൊതിക്ക് കുടപിടിക്കുന്ന ഒരു സർക്കാരിൻ്റെ യഥാർത്ഥ മുഖമാണ് ഇന്നലെ അവസാനിച്ച നിയമസഭാ സമ്മേളനത്തിൽ കണ്ടത്. നാം കാണേണ്ടത് നിയമസഭയുടേതായ നടപടിക്രമങ്ങളുണ്ട്. വ്യക്തമായ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളുമുണ്ട്. ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ധനകാര്യ ബിൽ സഭയിൽ പാസ്സാക്കുന്ന നിലയുണ്ടായത്. പുതുക്കിയ ബജറ്റിന്റെ ഷെഡ്യൂൾ നിയമസഭയിൽ വന്നപ്പോൾ അതിൽ ധനകാര്യ ബിൽ ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് ഗവൺമെന്റ് തന്നെ വ്യക്തമാക്കിയതാണ്. ഇന്നലെ സഭയിലും വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പുതിയ നികുതി നിർദ്ദേശങ്ങളൊന്നും ആ ഘട്ടത്തിൽ ആലോചിച്ചിരുന്നില്ല എന്നതാണ്. എന്നാൽ കാര്യോപദേശ സമിതിയിൽ സർക്കാർ പ്രഖ്യാപിച്ചതും ഇതേ നില തന്നെയായിരുന്നു. കാരണം ബജറ്റ് പൂർണ്ണമായിട്ട് പാസ്സാക്കിയതാണ്. വലിയ മാറ്റമൊന്നും ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊരു നിലപാട് പറഞ്ഞപ്പോൾ അതിനെ ഞങ്ങൾ ഉത്തമ വിശ്വാസത്തിൽ എടുക്കുക ചെയ്തു. അപ്പോൾ ബജറ്റിന്റെ അവതരണത്തിന് ശേഷം സഭാ സമ്മേളനത്തിന്റെ രണ്ടാം പാദത്തിലാണ് മദ്യക്കമ്പനിക്കുള്ള നികുതി ഇളവിന് സാധൂകരണം നൽകാൻ വളരെ തിടുക്കപ്പെട്ട് ധനകാര്യ ബിൽ അജണ്ടയിൽ തിരികെ കയറ്റുന്നത്. സഭാ നടപടികളോട് നല്ല രീതിയിൽ സഹകരിക്കുക, പരമാവധി സഹകരിക്കുക, ആ സമീപനമായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചത്. പക്ഷേ സഭയിൽ കണ്ട കാര്യം നിരന്തരം ഒന്നല്ല ഒന്നിനു പുറകെ ഒന്നായി സഭയെ തെറ്റിദ്ധരിപ്പിക്കുക, തെറ്റായ കാര്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കുക, ആ രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അത് ഏറ്റവും കൂടുതൽ പ്രകടമായ ദിവസമാണ് സഭ അവസാനിച്ച ദിവസം. ഇവിടെ ക്രമരഹിതമായും
പാർലമെന്ററി നടപടികൾക്ക് വിരുദ്ധമായും ധനകാര്യ ബിൽ ധൃതി പിടിച്ച് പാസാക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത്. നമ്മുടെ നിയമസഭാ കലണ്ടറിൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു. കാര്യോപദേശ സമിതി അംഗീകരിച്ച സമയക്രമത്തിലും ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സമയം അനുവദിക്കുന്നില്ല. അപ്പോൾ തികച്ചും നിക്ഷിപ്ത താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സഭാ നടപടികൾ ധനകാര്യ ബിൽ അവസാന ഘട്ടത്തിൽ അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നീക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള ഒളിച്ചു കടത്തലാണ് ഉണ്ടായത്. KGST നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ചില മദ്യക്കമ്പനികളെ സഹായിക്കുക, ഇതായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യം. ഇതിനെയാണ് ക്രോം പ്രശ്നത്തിലൂടെ പ്രതിപക്ഷം എതിർത്തത്. സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധന കഴിഞ്ഞ് മാത്രമാണ് നികുതി നിർദ്ദേശങ്ങളുള്ള ഫിനാൻസ് ബിൽ സാധാരണഗതിയിൽ പാസാക്കുക. പക്ഷേ ഇക്കാര്യത്തിൽ സബ്ജക്ട് കമ്മിറ്റി ചേരാൻ സമയം പോലും നിശ്ചയിച്ചില്ല. സഭാ സമ്മേളനം ഇത്തരമൊരു നികുതി നിർദ്ദേശത്തോടെയുള്ള ഫൈനാൻസ് ബില്ലാവുമ്പോൾ അതനുസരിച്ച് പുനഃക്രമീകരിക്കാൻ തയ്യാറാകണം. അതിനും സർക്കാർ തയ്യാറായില്ല. ഒരു കാണാൻ കഴിയുന്ന കാര്യം, ഇത്തരമൊരു ബില്ല് പാസാക്കാൻ അനാവശ്യമായ ധൃതിയും വാശിയും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവുകയായിരുന്നു. ഇവിടെ വ്യക്തമാകുന്ന കാര്യം, മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധി കാണിച്ചത്. വലിയ കടുംപിടുത്തമാണ് ഈ കാര്യത്തിലുണ്ടായത്. ഏത് മാർഗത്തിലൂടെയും ഈ പറയുന്ന മദ്യക്കമ്പനികൾക്ക് നികുതി ഇളവ് നൽകണമെന്ന വാശിയാണ് അദ്ദേഹത്തിനുണ്ടായത്. ഇവിടെ ഈ ഇളവോടുകൂടി, നികുതി ഇളവോടുകൂടി വരാൻ പോകുന്ന കാര്യം സമൂഹത്തിലാകെ വൻതോതിലുള്ള മദ്യവ്യാപനം ഉണ്ടാകുമെന്നതാണ്. വില കുറഞ്ഞ രീതിയിൽ മദ്യം ലഭ്യമാകുന്ന നിലയാണുണ്ടാവുക. ഇവിടെ നേരത്തെ വ്യക്തമാക്കിയിരുന്നൊരു കാര്യം, മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നത്, ബജറ്റിൽ ഇത്തരമൊരു നിർദ്ദേശം വന്നെങ്കിലും അത് UDF ആണ് അവസാന തീരുമാനമെടുക്കുക. UDFൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഈ കാര്യം നടപ്പാക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. UDF വേണ്ടാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങളത് വേണ്ടെന്നും വെക്കും. ഇതെല്ലാം നിയമസഭയിൽ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യമായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളെല്ലാം ഒരു തരത്തിൽ പ്രഹസനമാക്കി മാറ്റുന്ന നിലയാണുണ്ടായത്. നൽകിയ ഉറപ്പ്, പരസ്യമായി നൽകിയ ഉറപ്പ്, അതൊന്നും പാലിക്കാൻ പറ്റില്ല എന്ന നിലപാടാണ് പിന്നീട് കണ്ടത്. ഇവിടെ ഓർക്കേണ്ട കാര്യം, ഇതേ രീതിയിൽ ധനകാര്യ ബിൽ പാസാക്കി കഴിഞ്ഞാൽ പിന്നെ UDF ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയുള്ളത്? ഇത് നിയമസഭ അംഗീകരിക്കുകയാണല്ലോ.
അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ കാണേണ്ട ഒരു കാര്യം, ഇത്തരമൊരു കാര്യത്തിൽ സാധാരണ നിലക്ക് ഏതൊരു സർക്കാരും സ്വീകരിക്കുന്ന ഇന്നത്തെ കാലത്തെ ചില നടപടിക്രമങ്ങളുണ്ട്. അത് ഒന്ന് മന്ത്രിസഭയെ അറിയാന്നുള്ളതാണ്. അതിനു മുൻപ് ഇതുപോലൊരു പ്രധാന തീരുമാനമാകുമ്പോൾ ബന്ധപ്പെട്ട പാർട്ടിയിലും പാർട്ടികളിലും ചർച്ച ചെയ്യും. മുന്നണി സംവിധാനമാകുമ്പോൾ മുന്നണിയിലും ചർച്ച ചെയ്യും. എന്നാൽ ഇവിടെയൊന്നും ഒരു ചർച്ചയുണ്ടായിട്ടില്ല. മാത്രമല്ല, ഇതിൻ്റെ എല്ലാം നേതൃത്വത്തിലിരിക്കുന്നവർ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടേയില്ല, മുഖ്യമന്ത്രി ഒഴികെ. അപ്പോൾ അത് വ്യക്തമാകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന്, മുന്നണിയിൽ നിന്ന്, വിവിധ മത സാമുദായിക സംഘടനകളിൽ നിന്ന്, വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പാണ് ഇക്കാര്യത്തിൽ ഉയർന്നു വന്നത്. പക്ഷേ അതൊന്നും വകവെക്കില്ല എന്ന നിലപാടാണ് ഈ കാര്യത്തിൽ നിർഭാഗ്യവശാൽ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇന്നലെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. അത്തരമൊരു ഘട്ടം വന്നപ്പോൾ കണ്ടത് വല്ലാതെ അസ്വസ്ഥനായി സംസാരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. കാണേണ്ട കാര്യം, സബ്ജക്ട് കമ്മിറ്റി ഒഴിവാക്കി ധനകാര്യ ബിൽ പാസാക്കിയതിനെ ന്യായീകരിക്കാൻ ചില വിദണ്ഡവാദങ്ങൾ അണിനിരത്തിയതെന്താണ്? അതിലൊന്ന്, തൊട്ടു മുൻപത്തെ ബജറ്റിൽ ഇതേ രീതിയിൽ സബ്ജക്ട് കമ്മിറ്റി കൂടിയിരുന്നില്ല എന്നൊരു ന്യായവാദം മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ബജറ്റിൽ, ആ ഘട്ടത്തിൽ ഒരു പുതിയ നികുതി നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നില്ല. അത്തരം സന്ദർഭങ്ങളിൽ മാത്രം സ്വീകരിക്കുന്ന നടപടി, അത്തരമൊരു നടപടിക്രമം നികുതി നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ധനകാര്യ ബില്ലിന് എങ്ങനെയാണ് ബാധകമാവുക? ഈ വസ്തുത സൗകര്യപൂർവ്വം മറച്ചുവെക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇപ്പോഴത്തെ സാഹചര്യം അന്നത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. നികുതി നിർദ്ദേശമില്ലാത്ത ധനകാര്യ ബില്ലും നികുതി നിർദ്ദേശമുള്ള ധനകാര്യ ബില്ലും, അത് തമ്മിലുള്ള വ്യത്യസ്തതയുണ്ട്. അപ്പോൾ നികുതി നിർദ്ദേശമുള്ള ധനകാര്യ ബില്ല് എല്ലാ കാലത്തും സബ്ജക്ട് കമ്മിറ്റിയുടെ മുൻപാകെ പോയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇവിടെ ബിവറേജസ് കോർപ്പറേഷന് മാത്രമേ കേരളത്തിൽ മദ്യവിൽപ്പനക്ക് അധികാരമുള്ളൂ. അവർക്ക് വീര്യം കുറഞ്ഞ മദ്യം വിതരണം ചെയ്യാൻ അനുമതി നൽകിയില്ലെങ്കിൽ എങ്ങനെ നികുതി ഇളവ് നൽകിയ മദ്യം വിൽക്കാൻ പറ്റും എന്നൊരു വിചിത്രവാദവും മുഖ്യമന്ത്രി ഉയർത്തിയിട്ടുണ്ട്. ഇതിൽ ബിവറേജസ് കോർപ്പറേഷനോ സർക്കാരോ ഇങ്ങനെ മദ്യം വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന കാര്യം വ്യക്തമായി പറയാൻ തയ്യാറാകുന്നില്ല. അതിലൊരു ഉരുണ്ടുകളിയാണ് ഉണ്ടായിട്ടുള്ളത്. ബിവറേജസ് കോർപ്പറേഷൻ ഇത് വിൽക്കാൻ തീരുമാനിച്ചില്ലെങ്കിൽ ഇത്ര തിടുക്കപ്പെട്ട് എന്തിനാണ് നികുതി ഇളവ് നൽകുന്നത്? എന്താണ് അതിൻ്റെ അടിയന്തര ആവശ്യം? മുൻകൂറായി ഇത്തരമൊരു നികുതി ഇളവ്
നിയമത്തിൻ്റെ ഭാഗമായി പാസാക്കി വെക്കുകയാണല്ലോ. എന്തിനാണത്? കോൾഡ് സ്റ്റോറേജിൽ വെക്കാനുള്ളതാണോ നിയമനിർമ്മാണം? ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ബക്കാർഡിക്ക് നിയമവിരുദ്ധമായി നികുതി ഇളവ് നൽകാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുൻകൈ എടുക്കുന്നു എന്നത് തന്നെയാണ്. നികുതി ഇളവിന് പിന്നിലെ അസാധാരണമായ ഫയൽ നീക്കത്തിലുണ്ടായ വേഗത, അത് എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. ഈ സഭാ സമ്മേളനത്തിൽ KGST നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് വൻകിട മദ്യക്കമ്പനികളെ വഴിവിട്ട് സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനെല്ലാം പിന്നിലുണ്ടായിട്ടുള്ളത്. ഇതിനുവേണ്ടി നിയമനിർമ്മാണ സഭയെ ദുരുപയോഗം ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. അത് ശരിയായ നടപടിയല്ല. ഇതാണ് സഭാബഹിഷ്കരണത്തിലേക്ക് പ്രതിപക്ഷത്തെ എത്തിച്ചത്. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി 251% നിന്ന് 120% ഒറ്റയടിക്ക് വെട്ടിക്കുറക്കുകയാണ് ചെയ്തത്. ആർക്കു വേണ്ടിയാണത്? ഇതുകൊണ്ട് നാട്ടിനെന്താണ് ലാഭം? സർക്കാരിനെന്താണ് ലാഭം? നഷ്ടമല്ലേ ഉള്ളൂ. എന്നാൽ അതേസമയം മദ്യക്കമ്പനിക്ക് നല്ല ലാഭം കൊയ്യാനും കഴിയും. ഇവിടെ ഭേദഗതി പാസാക്കുകയും നികുതി നിരക്ക് വിജ്ഞാപനം ചെയ്യുകയും ചെയ്താൽ ഇതിൻ്റെ വിൽപ്പന നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയും. സ്വാഭാവികമായും വിൽക്കാൻ താല്പര്യമുള്ള മദ്യക്കമ്പനികൾക്ക് കോടതികളെ സമീപിക്കാൻ അവസരമുണ്ടാവില്ലേ? കോടതികളിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിക്കില്ല എന്ന ഉറപ്പ് സർക്കാരിനുണ്ടോ? അങ്ങനെ അനുകൂല ഉത്തരവുകൾ നേടാൻ മദ്യക്കമ്പനികൾക്ക് ഇത് അവസരമുണ്ടാക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളടക്കമുള്ള യുവതലമുറ വീര്യം കുറഞ്ഞ ഈ മദ്യത്തിൽ ആകൃഷ്ടരാകുന്ന അവസ്ഥ വന്നാൽ അത് പിന്നീട് വീര്യം കൂടിയ ലഹരിയിലേക്കും കടക്കുന്നതിനല്ലേ ഇടയാക്കുക. ഈ സാമൂഹ്യ വിപത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇവിടെ സ്പിരിറ്റ് അധിഷ്ഠിതമായ മദ്യത്തിന് ഒരു നികുതി ഇളവും ഇതേവരെ നൽകിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷം LDF സർക്കാരായിരുന്നല്ലോ. അത്തരത്തിലുള്ള ഒരു നികുതി ഇളവും LDF സർക്കാർ നൽകിയിട്ടില്ല. LDF സർക്കാർ ആലോചിച്ചത് തന്നെ പഴം, ധാന്യങ്ങൾ ഇവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർട്ടി വൈന് അതിന് നികുതി ഇളവ് നൽകുന്ന കാര്യം ആലോചിച്ചിരുന്നു. അപ്പോൾ ഹോർട്ടി വൈനിൻ്റെയും ഹോർട്ടി ലിക്കറിൻ്റെയും തരത്തിലല്ല ഇപ്പോഴത്തെ സ്പിരിറ്റ് അധിഷ്ഠിത മദ്യം. അപ്പോൾ സ്പിരിറ്റ് അധിഷ്ഠിത മദ്യത്തിന് കൂടി ഈ ഹോർട്ടി വൈനിൻ്റെയും ഹോർട്ടി ലിക്കറിൻ്റെയും ഇളവിനെക്കുറിച്ച് അന്ന് ആലോചിച്ചത് ബാധകമാക്കാനാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഇവിടെ നിയമസഭയിലെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി മറ്റൊരു കാര്യം കൂടി പറയുകയുണ്ടായി. പ്രതിപക്ഷം ഈ വിഷയത്തെ പെരുപ്പിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു വാചകം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വേറെ ചിലർ അവരോടൊപ്പം, ഇത് പ്രതിപക്ഷത്തോടൊപ്പം, അവരോടൊപ്പം വേറെ ചിലരും കൂടിയിട്ടുണ്ടെന്നും പരിഹാസപൂർവം മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ആരാണ് ഈ വേറെ ചിലർ? നിങ്ങൾക്ക് നല്ലതുപോലെ അതറിയാലോ. പ്രതിപക്ഷം ഉന്നയിച്ച ആശങ്ക അംഗീകരിച്ച ഒരാൾ നേരത്തെ KPCC പ്രസിഡന്റായിരുന്ന
ശ്രീ VM സുധീരനാണ്. മറ്റൊരാൾ മുൻ MP TN പ്രതാപനാണ്. നമുക്കറിയാം KC വേണുഗോപാലും എക്സൈസ് മന്ത്രിയും തങ്ങളുടേതായ രീതിയിൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. അതുമാത്രമല്ല, UDF-ലെ ചില ഘടകകക്ഷി നേതാക്കൾ, സാമുദായിക സംഘടനാ നേതാക്കൾ, മതമേലധ്യക്ഷന്മാർ, സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ ഈ പ്രശ്നത്തിൽ പ്രതികരിക്കുകയും ആശങ്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയെല്ലാം ചേർത്തുകൊണ്ടാണോ മുഖ്യമന്ത്രി ഇത്തരമൊരു വാചകം പറഞ്ഞത്? നിരുത്തരവാദപരവും ഏകപക്ഷീയവും സമൂഹത്തിന് ദോഷകരവുമായ ഒരു തീരുമാനമാണ് ഈ മദ്യനികുതി ഇളവ് എന്നത് എല്ലാ തരത്തിലും വ്യക്തമാകുന്ന കാര്യമാണ്. ഇതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഭയെ എങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്നതാണ് ആ കരിമണലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലുണ്ടായ കാര്യം. ഇവിടെ നാടിൻ്റെ പ്രകൃതി സമ്പത്ത് കുത്തകകൾക്ക് തീരെഴുതാനുള്ള നീക്കങ്ങൾ ഈ ഗവൺമെൻറ് കീഴിൽ തുടക്കം മുതലേ സജീവമാക്കുക. ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ധവളപത്രം മുതൽ ആ നില നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കരിമണൽ ഖനനം സ്വകാര്യ മേഖലക്ക് തീരെഴുതാനുള്ള സർക്കാരിൻ്റെ ബജറ്റ് നിർദ്ദേശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. ഇത് കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല, കോൺഗ്രസിനുള്ളിൽ തന്നെ കടുത്ത പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർന്നിട്ടുണ്ട്. അത് മറച്ചുവെക്കാൻ മുഖ്യമന്ത്രി സഭയിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്ന നിലയാണെടുത്തത്. മിനറൽ സെക്ടറിൽ സർക്കാർ സ്വകാര്യ പങ്കാളിത്തം തീരുമാനിച്ചു എന്ന അടിസ്ഥാനരഹിതമായ ആരോപണം കഴിഞ്ഞ LDF സർക്കാരിനെ കുറിച്ച് അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. എന്താണ് യാഥാർത്ഥ്യം? അത് നാം വിശദമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ഇവിടെ 2026 ഫെബ്രുവരിയിലാണ് LDF സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റിൽ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ചവറയെയും കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയർ എർത്ത് കോറിഡോർ സ്ഥാപിക്കും എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേന്ദ്രം ചവറ KMML-നോട് ചേർന്ന് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം KMML, കെൽട്രോൺ, NFTDC, ഇത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ്. ഈ സ്ഥാപനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് ഒരു റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് മിഷൻ രൂപീകരിക്കുമെന്ന് പറഞ്ഞു. അതിന് 100 കോടി രൂപയും നീക്കിവെച്ചു. ഇതെല്ലാം പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങളാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മുഴുവൻ ഒഴിവാക്കിയിരിക്കുകയാണ്. എന്താണ് പുതിയ ബജറ്റിൽ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റാതിരുന്നത്? ഈ പൊതുമേഖലയെ ഊന്നിക്കൊണ്ട് LDF സർക്കാർ പറഞ്ഞ കാര്യം എന്തുകൊണ്ട് അതേ രീതിയിൽ പറയാൻ പറ്റാതിരിക്കുന്നു? എന്താണ് അത് ഒഴിവാക്കിയത്? ഒഴിവാക്കിയത് യാദൃശ്ചികമാണെന്ന് കാണണ്ട, അത് കരുതലോടെയുള്ളൊരു നീക്കമാണ്. ആ നീക്കം മറച്ചു വെക്കാനാണ് ഇവിടെ സ്വകാര്യ നിക്ഷേപത്തിന് LDF സർക്കാർ തയ്യാറായി എന്ന വിദണ്ഡവാദം മുന്നോട്ട് വെക്കുന്നത്. UDF അവതരിപ്പിച്ച ബജറ്റിൽ ഇതിനെക്കുറിച്ച്
പൂർണ്ണമായി പരാമർശിക്കാതിരിക്കുക, സ്വകാര്യവൽക്കരണത്തിനുള്ള പച്ചക്കൊടി കാണിക്കുക. അപ്പോൾ കരിമണൽ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള പ്രകടമായ നീക്കമാണ് UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ പ്രശ്നത്തിൽ KMML ബന്ധപ്പെട്ട് മറ്റൊരു വിദണ്ഡവാദം മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയുണ്ടായി. അതായത് KMML ഒരു സ്വകാര്യ കമ്പനിയെ ഇതിനു വേണ്ടി ഉപയോഗിച്ചു ഖനനത്തിന് പുറപ്പെട്ടു എന്ന മട്ടിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഇവിടെ KMML സാധാരണഗതിയിൽ ഖനനം ചെയ്ത കരിമണൽ ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് ആവശ്യമുണ്ട്. ആ കരിമണൽ ഉപയോഗിക്കുമ്പോൾ അവർ ഇൽമനേറ്റാണ് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത്. ബാക്കി വരുന്ന മണലുണ്ട്, ആ ബാക്കി വരുന്ന മണലിൽ പല ധാതുക്കളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മോണോസൈറ്റ്. ഇപ്പോൾ മോണോസൈറ്റ് അടക്കമുള്ള അമൂല്യമായ ധാതുക്കളുള്ള ഈ മണൽ അവർ ചെയ്യുന്നത് കോൺക്രീറ്റ് അറകളുണ്ടാക്കി അവയിൽ സുരക്ഷിതമായി സൂക്ഷിക്കലാണ്. ഇതാണ് KMML എല്ലാ കാലത്തും ചെയ്യുന്നത്. ഇത് വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ KMMLന്റെ കയ്യിലില്ല. ഈ ബാക്കിയുള്ള മണലിലുള്ള മോണോസൈറ്റ് പോലുള്ള കാര്യങ്ങൾ വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ KMMLന്റെ കയ്യിലില്ല. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ നിറച്ച് വന്നാൽ പിന്നെ എല്ലാം നിറയുമല്ലോ, പിന്നെ ഇതെവിടെ വെക്കും എന്നുള്ളൊരു പ്രശ്നം വരുന്നില്ലേ. അപ്പോൾ ഒരു അടിയന്തര ആവശ്യമായി വന്നു. അവരതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങി. കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള NFTDC ആ സ്ഥാപനത്തിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു പൈലറ്റ് പ്രോജക്റ്റ് നടത്താനാണ് ഉദ്ദേശിച്ചത്. അത് 18 മാസത്തെ പൈലറ്റ് പ്രോജക്റ്റാണ്. അതിനുവേണ്ടി KMML ടെൻഡർ വിളിച്ചു. അതൊരു യഥാർത്ഥത്തിലുള്ള ഗവേഷണ പദ്ധതിയാണ്. അത് ഖനനമല്ല, ഖനനം നടക്കുന്നേയില്ല. ഇതുമായി ബന്ധപ്പെട്ട് കയ്യിലുള്ള മണലിൽ നിന്ന് മോണോസൈറ്റ് വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ, അതാണ് KMML ആലോചിച്ചത്. ഈ ടെൻഡറിൽ ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിയെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അത് അവസാന തിരഞ്ഞെടുപ്പല്ല. അതിനകത്ത് തന്നെ ഒരു കാര്യം വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയമാനുസൃത അനുമതി ലഭിച്ചാൽ മാത്രമേ അവരുമായി ധാരണാപത്രം ഒപ്പിടുകയുള്ളൂ. അത് ആ ഘട്ടത്തിൽ തന്നെ ഗവൺമെൻറ് നിലപാടെടുത്തതാണ്. വ്യവസായ വകുപ്പ് ആ തരത്തിൽ നിർദ്ദേശവും നൽകിയതാണ്. ഇവർക്ക് ഒരു വർക്ക് ഓർഡറും നൽകിയിട്ടില്ല ഈ പറയുന്ന ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിക്ക്. ഈ പൈലറ്റ് പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന മിനറൽസ് അത് പൂർണ്ണമായും KMML തന്നെ കൈമാറണം എന്നതും ആ ഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊരു ഖനനമല്ല, ഇതൊരു പരീക്ഷണ ഘട്ടമാണ്. അതിൻ്റെ ഭാഗമായുള്ളൊരു പദ്ധതിയാണ്. ഇത് വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ KMMLന്റെ കയ്യിലില്ല. ആ സാങ്കേതിക വിദ്യ ഉള്ള കമ്പനിയെ തേടി പോവുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി അവസാന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുമില്ല. അപ്പോൾ മന്ത്രിസഭാ തലത്തിൽ ഇക്കാര്യത്തിൽ നയപരമായി അംഗീകാരം നൽകി കഴിഞ്ഞിട്ടില്ല. കേവലമായ ഒരു പരീക്ഷണ പദ്ധതിയായാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അത് മുഖ്യമന്ത്രി
വലിയ തോതിൽ വളച്ചൊടിക്കുന്ന നിലയാണുണ്ടായത്. ഈ പരീക്ഷണ പദ്ധതിയെ കരിമണൽ ഖനനം കുത്തകകൾക്ക് വിൽക്കാനുള്ള അഴിമതി നിറഞ്ഞ നീക്കത്തിന് ന്യായം കണ്ടെത്താൻ വേണ്ടി സഭയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന നിലയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് കണ്ടത്. ഇത് ശരിയായ രീതിയല്ല. സാധാരണഗതിയിൽ വലിയ തോതിൽ വസ്തുതകൾ മറച്ചുവെച്ച് തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്ന പ്രസ്താവനകൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് ഉണ്ടാകുന്നത് അഭിലഷണീയമായ കാര്യമല്ല. വസ്തുതകളെ സംബന്ധിച്ച് പൂർണ്ണമായ അന്വേഷണം നടത്തി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും നാടിനെ അറിയിക്കാനും മാധ്യമങ്ങളും ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ചിലരെങ്കിലും മറ്റു തരത്തിലുള്ള വാർത്തകൾ ഇതുമായി നൽകിയത് കൊണ്ടാണ് ആ തരത്തിൽ ഞാൻ പറയുന്നത്. മറ്റൊരു പ്രശ്നം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടതാണ്. അദാനി വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% ഓഹരികൾ, അതായത് 13,220 കോടി രൂപയുടെ ഓഹരികൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് MSC കൈമാറുന്നതിന് നീക്കം നടക്കുകയാണ്. അത് അദാനി ഗ്രൂപ്പ് തന്നെ വെളിപ്പെടുത്തിയതാണ്. ഇതെന്തോ ഒരു വലിയ വിദേശ നിക്ഷേപം ഇവിടെ വരികയാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ ചിലർ പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദാനി ഗ്രൂപ്പിന് അവരുടെ ഓഹരി കൈമാറ്റത്തിലൂടെ ലാഭമുണ്ടാക്കാനുള്ള ഒരു ഇടപാടാണ് ഇതാദ്യം. അത് പ്രത്യേകം കാണണം. നമ്മുടെ കൺസെഷൻ അഗ്രിമെന്റ് പ്രകാരം 25% കൂടുതൽ ഓഹരി കൈമാറ്റം നടക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ശ്രദ്ധിക്കണം കേട്ടോ, സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അംഗീകാരം ആവശ്യമാണ്. ക്ലോസ് 5(3) പ്രകാരം അത്തരമൊരു കൈമാറ്റത്തിന് കേരള സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ മുൻകൂർ അനുമതി ലഭ്യമാക്കാതെ സ്വന്തം നിലയിൽ നടത്തിയ ഓഹരി ഇടപാട് നിയമവിരുദ്ധമാണ്, കരാർ ലംഘനമാണ്. ഇവിടെ ഈ പറയുന്ന ഉടമസ്ഥാവകാശത്തിലുള്ള മാറ്റം സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്താണ് എന്ന് ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. ഇന്നലെ വ്യക്തമാക്കിയത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നിൽക്കുന്നില്ല അത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അദാനി ഗ്രൂപ്പിൻ്റെ ഇത്തരമൊരു നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ അറിവോടുകൂടിയുള്ളതാണോ? കരാറിന് വിരുദ്ധമായ നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത്തരമൊരു നടപടിക്കെതിരെ സർക്കാർ ഏതു തരത്തിലുള്ള നിയമ നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ല ഈ തീരുമാനമെന്ന് അദ്ദേഹം ഇന്നലെ നിയമസഭയിൽ പറയുകയുണ്ടായി. പക്ഷേ അദാനി പോർട്ടിൻ്റെ അധികൃതർ സർക്കാരിനെ ഇത് അറിയിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്കാര്യം രഹസ്യമാക്കി വെച്ചത് എന്തിനാണ്? അത് വസ്തുതയാണോ? ഇവിടെ വേറൊരു കാര്യം, അദാനി പോർട്ട് സെബിക്ക് കൊടുത്ത ഒരപേക്ഷയുണ്ട്. അതിലവർ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. വിത്ത് റെഫറൻസ് ടു ദ captioned subject, we would like to inform you that the company has entered into share purchase and subscription agreement on June 29th, 2026 with Mundi Limited, bracket Mundi, pursuant to which Mundi will invest
for 49% interest in Adani Vizhinjam Port Private Limited. അപ്പോൾ അവരെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു. എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടെ മാത്രം ആലോചിക്കാൻ കഴിയുന്നൊരു കാര്യത്തിൽ അവിടെയുള്ള അദാനി കമ്പനിക്ക് ഇത്ര ധൈര്യമായി കാര്യങ്ങൾ നീക്കാൻ പറ്റിയത്? That the company has entered into share purchase and subscription agreement on June 29th. അപ്പോൾ അവരുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞു. അതിനുള്ള ധൈര്യം സാധാരണഗതിയിൽ കൺസെഷനായ അദാനി ഗ്രൂപ്പിന് കിട്ടുമോ? സംസ്ഥാന ഗവൺമെന്റിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് പറയുന്നിടത്ത് ആ അനുമതി ഇല്ലാതെ ഇത്തരമൊരു നീക്കത്തിന് അവർക്കെങ്ങനെ ധൈര്യം കിട്ടി? അവിടെയാണ് വ്യക്തത ഉണ്ടാകേണ്ടത്. കൂടുതൽ വ്യക്തത ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണത്. ഇവിടെ കരാറിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ സർക്കാർ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കേണ്ടതാണ്. കാരണം മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് പോർട്ട് വകുപ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. ഇപ്പം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് പറയാനുണ്ടെങ്കിൽ അതുകൂടി നാടറിയുന്നത് നല്ലതാണ്. ഇപ്പോൾ കേരള താല്പര്യത്തിന് വിരുദ്ധമായൊരു നീക്കമാണിത്. വിഴിഞ്ഞം തുറമുഖത്തെ ഇത്തരത്തിൽ ഒരു പുതിയ ഉടമക്ക് വിൽക്കത്തക്ക രീതിയിൽ ഉടമക്ക് വിൽക്കുന്നതിൻ്റെ ആദ്യപടിയായിട്ട് നടപടിയാണ് ഇത് കാണുന്നത്. ഒരു ബഹുരാഷ്ട്ര കുത്തകക്ക് വിൽക്കുന്നതിൻ്റെ ആദ്യപടിയായി ഇതിനെ കാണാവുന്നതാണ്. ഇപ്പോൾ ഷിപ്പിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനിയാണ് MSC. ഈ കമ്പനി നമ്മുടെ വിഴിഞ്ഞം തുറമുഖം നിയന്ത്രിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇന്നലെ പറഞ്ഞതാണ്, അതൊരു മൊണോപ്പൊളി ആയിട്ട് മാറും. കുത്തക അവകാശം ഇവർക്ക് ലഭിക്കുന്ന നിലയുണ്ടാവും. അങ്ങനെ വരുമ്പോൾ മറ്റ് കമ്പനികളുടെ കപ്പലുകൾക്ക് നിയന്ത്രണമില്ലാതെ വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കാനാകുമോ? അത് MSC പോലുള്ള പ്രധാനപ്പെട്ട ലോകത്തെ കപ്പൽ കമ്പനികളുണ്ട്. അവരുടെ കപ്പലുകൾ കൂടി ഇങ്ങോട്ട് വരേണ്ടതാണ്. അപ്പോൾ അതിലെല്ലാം നിഷേധപരമായ നിലപാട് വരാൻ സാധ്യതയുണ്ടോ? ഈ കമ്പനിയുടെ കുത്തകാവകാശത്തിലേക്ക് വിഴിഞ്ഞം തുറമുഖം മാറിപ്പോകുമോ? മറ്റൊരു പ്രധാന കാര്യം, സർക്കാർ പങ്കാളിത്തത്തോടെ അദാനി നടത്തുന്നൊരു പോർട്ടാണിത്, വിഴിഞ്ഞം പോർട്ട്. എന്നാൽ അതല്ലാത്ത പോർട്ടുകൾ അദാനിക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ താല്പര്യം, നാടിൻ്റെ താല്പര്യം, അത് ഹനിക്കപ്പെടുമോ ഇതിൻ്റെ ഭാഗമായി? ഇപ്പോൾ തുറമുഖം വികസിപ്പിക്കുന്നതിനായി നമ്മൾ ചുമതലപ്പെടുത്തിയ കമ്പനിയാണ് അദാനി. അവർ 49% മൊത്തമായൊരു വിദേശ കമ്പനി കൈമാറുകയാണ്. ഇതിലൂടെ MSCക്ക് നിയന്ത്രണാധികാരം വരും. വിദേശ കമ്പനിയുടെ ആധിപത്യത്തിലേക്ക് വളഞ്ഞ വഴിയിൽ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇവിടെ മറ്റ് കമ്പനികളുടെ വൻ കപ്പലുകളടക്കം എത്തേണ്ടത് വളരെ പ്രധാനമാണ്. അത് തടസ്സമായിട്ട് വരും ഈ നീക്കം. അപ്പോൾ കേരളത്തിന് വലിയ നഷ്ടം ഇതുണ്ടാക്കും. സർക്കാരിൻ്റെ വരുമാനത്തിന് നഷ്ടമുണ്ടാകും. അതും കാണണം. ഈ കമ്പനികൾക്ക് കമ്പനികളുടേതായ താല്പര്യം കാണുമല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായി ചില നീക്കങ്ങളുണ്ടായാൽ നമുക്കിവിടെ ലഭിക്കേണ്ട വരുമാനത്തിന് കുറവുണ്ടായി എന്ന് വരും. അപ്പോൾ ഒരു മാറ്റവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ
നേരത്തെ അദാനി ഗ്രൂപ്പ് അടക്കം സമ്മതിച്ച രീതിയിൽ കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചതുണ്ട്. അതേ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തുണ്ടാവണം. അദാനി ഗ്രൂപ്പിൻ്റെ താല്പര്യത്തിന് വഴങ്ങിക്കൊടുക്കുന്ന നില ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അവർ ഒരു കമ്പനി എന്ന നിലക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണ്ട കാര്യത്തിൽ അനുമതി ഇല്ലാതെ ഇത്രയും കാര്യങ്ങൾ നടത്താൻ എങ്ങനെ അവർ ധൈര്യപ്പെട്ടു? അതെല്ലാം ഉയർത്തുന്ന ഒട്ടേറെ സംശയങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഒരു കമ്പനിയും അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങാൻ ധൈര്യപ്പെടില്ല. അപ്പോൾ എവിടെയോ എന്തോ സാധാരണഗതിയല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഭാഗമായി കാണേണ്ടത്. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. ഇതിൽ പോർട്ട് അധികൃതർ പറയുന്നത് 70 കമ്മീഷനിൽ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞാൽ 74% ഓഹരി വിൽക്കാൻ MOU സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ധാരണാപത്രത്തിൽ കൃത്യമായി പറയുന്നത്. ഈ പ്രതിപക്ഷം അടക്കം പറയുന്നത് 25% എന്ന കണക്ക് നിർമ്മാണം തുടങ്ങി കമ്മീഷൻ കഴിഞ്ഞ് ഒരു വർഷം വരെ ഈ 25% ഓഹരി കൈമാറ്റമേ പറ്റൂ. കമ്മീഷൻ 2023 ഡിസംബർ 3 കഴിഞ്ഞു. 2024 തൊട്ട് 74% ഓഹരി വിൽക്കാൻ സർക്കാരുമായിട്ടുള്ള ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിയുമെന്നാണ് പോർട്ട് അധികൃതർ പറയുന്നത്. ഇന്നലെ പ്രസക്തമായ ഭാഗം സഭയിൽ പറഞ്ഞല്ലോ. ഞാൻ മാത്രമല്ല പറഞ്ഞത്, മുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ. അപ്പൊ അതില് ഇന്നലെ സഭയിൽ വന്ന കാര്യങ്ങൾ എടുത്താൽ ഒരു തർക്ക വിഷയമല്ല. എല്ലാവർക്കും വ്യക്തതയുള്ള കാര്യമാണ് അഗ്രിമെന്റ്. അത്തരമൊരു കാര്യത്തിന് മുൻകൂർ അനുമതി ആവശ്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ അഗ്രിമെന്റ് പ്രകാരം മൊത്തം ഓഹരിയുടെ 49%ആണോ അതോ അദാനി ഹോൾഡ് ചെയ്ത് ഓഹരികളുടെ 49% വിൽക്കുന്നതിനാണോ ഈ 25% വിൽക്കുന്നതിനാണോ ഇത് വേണ്ടത്? ഇപ്പൊ അവരുടെ കയ്യിലുള്ള ഷെയറിന്റെ കാര്യമാണ് പറഞ്ഞത്. അവരുടെ കയ്യിലുള്ള ഷെയറിന്റെ 49% ഇപ്പോൾ അവർ കൊടുത്തിട്ടുള്ളത്. അതെ 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 വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള ഓഹരി കൈമാറ്റമല്ല, വിഴിഞ്ഞം രൂപീകരിക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്പനി ഉണ്ടല്ലോ, അദാനി വിഴിഞ്ഞം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അതിന്റെ 100% ഓഹരിയും ഇപ്പോൾ പൂർണ്ണമായിട്ടും അത് അദാനിയുടെ കമ്പനിയാണ്. അതിനകത്താണ് 49% ഈ MSC ഷിപ്പിംഗ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. അല്ല, ഇതുമായി ബന്ധപ്പെട്ട ഷെയറിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കമ്പനി ഉണ്ടല്ലോ അവരുടെ. അദാനിക്ക് പല കമ്പനികളുണ്ടല്ലോ. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത അദാനി കമ്പനിയുണ്ട്. ആ അദാനി കമ്പനിയുടെ ഷെയർ മറ്റൊരു കൂട്ടർക്ക് കൈമാറുകയാണെങ്കിൽ അത് 25% കൂടുതലാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്നുള്ളതാണ് കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അത് ഓണർഷിപ്പ് മാറ്റായിട്ട് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് കാര്യം. സർക്കാരിന് ഇന്നലെയാണ് കത്തിലൂടെ അദാനി ഇത് അറിയിച്ചത്. സർക്കാരിന് ഇന്നലെയാണ് കത്തിലൂടെ അദാനി ഇത് അറിയിച്ചത്. സ്വാഭാവിക സർക്കാർ നിയമ നടപടി സ്വീകരിക്കണമെന്നാണോ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്? എല്ലാ സർക്കാർ ഇക്കാര്യത്തിൽ അദാനിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ പാടില്ല. ഇതിന് മുൻകൂർ അനുമതി ഇല്ലാതെ നടപടികളിലേക്ക് അവർ നീങ്ങിയിരിക്കുന്നു. അത് നിരസിക്കേണ്ടതാണ്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട്. അതായത് ഇത്തരം ഇതുപോലൊരു കമ്പനി ഈ നടപടികളിലേക്ക് നീങ്ങി എന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നു. അത് തീർത്തും വ്യവസ്ഥകൾക്ക് വിരുദ്ധമായിട്ടാണ്. ആ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി നീങ്ങാൻ എങ്ങനെ ധൈര്യം കിട്ടി? അപ്പോൾ ഏതോ തരത്തിൽ നടക്കാൻ പാടില്ലാത്ത എന്തോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത് അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അതുപോലെയാണ് വിഴിഞ്ഞം തുറമുഖത്തിൽ അവരുടെ 100% ഷെയറിൽ നിന്നാണ് ഇത് കൊടുത്തതെന്നാണ്. ഇതിൽ അസാധാരണമായിട്ടൊന്നുമില്ല എന്നാണ് അദാനി പറയുന്നത്. ഇതിപ്പോ സെബി അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ഈ നിയമപരമായി സാങ്കേതികത്വം മാത്രമേ ഉള്ളൂ. അപ്പോ അവരുടെ ഈ ഷെയറിൽ നിന്നും കൊടുക്കുന്നതിന് എന്താണ് തടസ്സം? മുദ്ര കമ്പനി എന്ന് പറയുന്നത് അവരുടെ സ്വന്തം കമ്പനിയാണ്. ഇനി ഞാൻ പറയട്ടെ. അതായത് അദാനിക്ക് ധാരാളം കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ അവരിഷ്ടം പോലെ അവരുടെ ഷെയർ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതിന് നമുക്ക് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ
നമ്മൾ നേരത്തെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം അദാനിയെ കൺസെഷനായിട്ട് കാണുമ്പോൾ ആ കൺസെഷൻ എഗ്രിമെൻറ്റിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ 25%-ലധികം ഷെയർ മറ്റേതെങ്കിലും ആൾക്ക് കൊടുക്കുന്നുവെങ്കിൽ, മറ്റേതെങ്കിലും കമ്പനിക്ക് കൊടുക്കുന്നുവെങ്കിൽ അത് ഓണർഷിപ്പ് ചേഞ്ചായിട്ട് പരിഗണിക്കപ്പെടും. അതിന് മുൻകൂർ അനുമതി സംസ്ഥാന ഗവൺമെൻറ് വേണം. ഇത് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്, അഗ്രിമെൻറ്റിൽ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. അത്തരമൊരു കാര്യം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ നടപടികൾ നീങ്ങിയിട്ടുള്ളത്. അതാണ് കാണേണ്ടത്. ഈ 25% എന്ന വ്യവസ്ഥ ലംഘിച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി സർക്കാരിന് ചെയ്യാമെന്ന് വലിയ സർക്കാർ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അല്ല, LDF സർക്കാരിൻ്റെ മുമ്പ് തന്നെ ഇത്തരം അഗ്രിമെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. സാധാരണഗതിയിൽ ഈ അഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീക്കിയാൽ ഈ അദാനിക്ക് അങ്ങനെ പോകാൻ കഴിയില്ലല്ലോ. അത് നിയമവ്യവസ്ഥയുടെ ലംഘനം വന്നാൽ എങ്ങനെയെന്നുള്ളത് നമ്മൾ പരിശോധിക്കണമല്ലോ. അത് ഈ കുത്തകവൽക്കരണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ ഈ MSC അവിടെ 1000-ലധികം കപ്പലുകളുണ്ട്. അതിന് 1000-ഓളം കപ്പലുകൾ MSCയുടേതാണ്. അപ്പോൾ ഓൾറെഡി അവിടെ അങ്ങനെ ഒരു കുത്തകവൽക്കരണം അവർ നടത്തിക്കൊണ്ടിരിക്കുകയല്ല. അത് സാധാരണഗതിയിൽ ടെർമിനൽ നോക്കിയാൽ ഇന്നത്തെ നിലയിൽ ഒരു ടെർമിനലാണല്ലോ നമ്മൾ നല്ല രീതിയിൽ വികസിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഘട്ടം ഘട്ടമായിട്ട് ഇത് വികസിപ്പിക്കാൻ പോവുകയാണല്ലോ. ആ ഘട്ടം ഘട്ടമായി വികസിപ്പിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ കമ്പനികൾക്ക് ഇവിടെ വരാൻ സാധിക്കും. അവർക്കെല്ലാം പ്രത്യേകം ടെർമിനൽ ഉണ്ടാവും. വലിയ വികസനമല്ലേ വരാൻ പോകുന്നത്, ഇതിവിടെ നിൽക്കുകയല്ലോ. അപ്പോൾ ആ വൻപിച്ച വികസനം വരുന്ന ഘട്ടത്തിൽ ഈ MSCയെ പോലുള്ള ഒട്ടേറെ കമ്പനികൾ തന്നെ ഇങ്ങോട്ട് വരും. അവർക്ക് ചിലപ്പോൾ എക്സ്ക്ലൂസീവായിട്ട് തന്നെ ഒരു ടെർമിനൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയെല്ലാമുള്ള സാധ്യതകളിലേക്കാണ് വിഴിഞ്ഞം പോകുന്നത്. അത് മുഴുവൻ തടയപ്പെടുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകുക. അതാണ് പ്രശ്നം. MSC പോലുള്ള കമ്പനി ഈ വിദേശ നിക്ഷേപം നടത്തുന്നതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് പ്രതിപക്ഷത്തിലുണ്ടോ? അല്ല, ഇവിടെ പ്രശ്നം അദാനി ഗ്രൂപ്പുമായിട്ടുള്ള കരാറാണ്. MSC നമ്മുടെ ചിത്രത്തിലില്ല. MSC ആയിട്ടുള്ള പ്രശ്നമല്ല ഇത് ഉന്നയിക്കുന്നത്. MSCക്കെതിരെ സർക്കാർ ഒരു കേസുണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാലോ. മറ്റേ അപകടം ഉണ്ടായതിനെ പറ്റിയുള്ള കേസ് നിലനിൽക്കുന്നുണ്ടല്ലോ. അത് നിലനിൽക്കുന്നതും അത് പരിഹാരം കാണേണ്ട കാര്യമാണ്, അത് വേറെ. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ടല്ല ഇത് പറയുന്നത്. ഇത് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ നിയതമായ നിലപാടുകൾ മാത്രമേ സ്വീകരിച്ചു പോകാൻ പാടുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തത വരുന്നു, അതിനെയാണ് എതിർക്കുന്നത്. മറ്റു കമ്പനികൾക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞില്ല. LDF സർക്കാരിന്റെ കാലത്താണ് MSCക്ക് സ്ഥിര സർവീസ് വന്നത്. അതിനുള്ള രാഷ്ട്രീയ ആഘോഷമൊക്കെ ആയിരുന്നു. സ്ഥിര സർവീസ് അല്ല, നിങ്ങൾ വായിൻ്റെ എടുക്കുന്ന കൈ എടുത്തിട്ട് പറ. MSCക്ക് സ്ഥിര സർവീസ് വരുന്നത്. അപ്പോ MSCയുടെ സ്ഥിര സർവീസ് വന്നതിന് ശേഷം അവിടെ മറ്റു കമ്പനികളുടെ കപ്പലുകൾക്ക് വരാൻ സാധിക്കില്ല. ഇത് സാങ്കേതികമായിട്ടുള്ള പ്രശ്നം കൂടിയാണ്. അപ്പോൾ താങ്കളുടെ സർക്കാർ ഉണ്ടാകുന്ന സമയത്താണ് അതിനും അനുമതി കൊടുക്കുന്നത് സ്ഥിര സർവീസ് വരാൻ വേണ്ടി. MSC കമ്പനിക്ക് കരാർ ഇവിടെ വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് നിങ്ങൾ പറയുന്നത്? MSC കമ്പനി ഇപ്പോൾ വരട്ടെ, അവരുടെ കപ്പലുകൾ ഇവിടെ വരട്ടെ, നല്ലതുപോലെ വന്നോട്ടെ. പക്ഷേ നമ്മൾ കാണേണ്ടത് MSC കമ്പനി മാത്രമല്ല ലോകത്ത് വലിയ കപ്പൽ കമ്പനി. ലോകത്തുള്ള അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിപ്പോൾ ഉള്ള ടെർമിനൽ, വികസിപ്പിച്ച ടെർമിനൽ അത്രയേ ഉള്ളൂ. എന്നാൽ നമ്മൾ അവിടെ നിൽക്കാനല്ല പോകുന്നത്. ഭാവിയിൽ മറ്റ് ടെർമിനലുകൾ നമ്മൾ വികസിപ്പിക്കും. അതിനുള്ള പരിപാടികളാണ് ഇപ്പം തന്നെ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതാണ് അദാനി അടക്കം സമ്മതിച്ചിട്ടുള്ള കാര്യവും. അതിൽ നിന്ന് മാറിപ്പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു കാര്യം കശ്മീർ കോർപ്പറേഷൻ അഴിമതി കേസിൽ ഇപ്പോൾ സതീശൻ സർക്കാർ ആർ ചന്ദ്രശേഖരൻ പ്രോസിക്യൂട്ടീവിന് അനുമതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ സർക്കാർ അത് 3 തവണ അനുമതി കൊടുക്കാതിരുന്നതാണ്. അപ്പോൾ അത് അഴിമതിയാണെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ സതീശൻ സർക്കാർ കൊടുത്തത്. എന്തുകൊണ്ടാണ് അന്ന് LDF കൊടുക്കാതിരുന്നത്? ഞങ്ങൾ അന്നത്തെ ഘട്ടത്തിൽ അത് കൊടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരുന്നത്. അതിപ്പോ ഇവർ കൊടുത്തല്ലോ, അത് കണക്കട്ടെ. പ്രതിഷേധമായി 3 സംഭവങ്ങൾ, അതായത് ലിക്കർ ടാക്സ് റിബേറ്റ്, പിന്നെ നമ്മുടെ കരിമണൽ പ്രൈവറ്റൈസേഷൻ, മൂന്നാമത്തത് വിഴിഞ്ഞം. ഒരു വലിയ ഓർഗനൈസ്ഡ് കറപ്ഷൻ അഴിമതിയാണ് ഇതിന് പിന്നിലെന്നാണ് പ്രതിപക്ഷത്തിന് പ്രധാന. ഇതൊന്നും സതുദ്ദേശത്തോടെയുള്ളതാണെന്ന് കാണാൻ പറ്റില്ല. അതാണ് വലിയ തോതിലുള്ള അഴിമതിക്കുള്ള സാധ്യതയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. അതിൽ ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം വല്ലാത്ത ദുരൂഹത നിലനിൽക്കുകയാണ്. അതാണ് നാം കാണേണ്ടത്. ഈ മദ്യവിഷയത്തിൽ സഭയിലെ പ്രതിപക്ഷ നിലപാട് പറഞ്ഞു വന്നപ്പോൾ വിശദീകരിക്കുകയും ചെയ്തു. സഭയ്ക്ക് പുറത്തേക്ക് അത് സമരരൂപത്തിലേക്ക് മാറുന്നുണ്ടോ? എങ്ങനെയാണ് സർക്കാർ നടപടി മുന്നോട്ട് പോവുകയാണ്? വയ്ക്കുമെന്ന് കണ്ടറിയണം. ഏതായാലും എങ്ങനെയാണ് പ്രതിപക്ഷം ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതിനെതിരെയുള്ള ശക്തമായ നടപടികൾ
പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് തന്നെയാണ്. അതിന്റെ കാര്യങ്ങൾ മറ്റു തരത്തിൽ ആലോചിക്കും. സർക്കാരിന്റെ കാലത്ത് ഈ മദ്യവുമായി ബന്ധപ്പെട്ട് മദ്യ ബാറുകൾ കൊടുക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് ചില സമുദായ സംഘടനകൾ, ചില മത സംഘടനകളൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഒരു തീരുമാനം ഇളവ് വന്നപ്പോ വേണ്ടത്ര വീര്യത്തോടെ അവർ എതിർക്കുന്നില്ല എന്ന് തോന്നുന്നു. മദ്യത്തിന്റെ വീര്യം പോലെ എതിർപ്പിന് വീര്യക്കുറവുണ്ടോ എന്നറിയില്ല. ഇവിടെ ഏതായാലും അവരും അവരുടെ ആശങ്ക വ്യക്തമാക്കിയതാണ് ഞാൻ കണ്ടത്. ഇപ്പം ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പം ഞങ്ങൾ തന്നെ കാണിച്ചൊരു രീതിയിൽ ഒരു ഗവൺമെന്റ് പുതുതായിട്ട് വന്നു. അപ്പം ആദ്യമേ തന്നെ ശക്തമായിട്ടൊരു അഭിപ്രായത്തിലേക്ക് പോകില്ലല്ലോ. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിയോജിപ്പ് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മദ്യത്തിനുള്ള നികുതി എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന് പിന്നീട് തീരുമാനിക്കുന്ന വ്യവസ്ഥയിലാണ് ഇന്നലെ ബില്ല് പാസ്സായത്. അപ്പൊ ഈ വ്യവസ്ഥ പൂർണ്ണമായി മറച്ചു വെച്ചാണോ കാര്യോപദേശ സമിതി മുഖ്യമന്ത്രി അവതരിപ്പിച്ചതാണ്? അല്ല, ഈ കാര്യോപദേശ സമിതിയുടെ മുന്നിൽ വന്നത് പ്രധാനപ്പെട്ട നികുതി നിർദ്ദേശങ്ങളൊന്നും ഇല്ല എന്നുള്ള മട്ടിൽ തന്നെയാണ്. നേരത്തെയുള്ള അതേ മട്ടിൽ കാര്യങ്ങൾ പോകുന്നു. പിന്നെ ഒരു ഫൈനാൻസ് ബില്ല് അതിന്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ള മട്ടിലേ വന്നുള്ളൂ. പക്ഷെ നികുതി നിർദ്ദേശത്തിന്റെ കാര്യം പിന്നീടാണ് വരുന്നത്. ഇത് ഈ കാര്യോപദേശ സമിതിയിൽ ധനബില്ല് വരുമ്പോൾ തന്നെ അധിക നികുതി ഉള്ളത് കൊണ്ടാണല്ലോ ധനബില്ല് വരേണ്ടത്. മാത്രമല്ല ഫ്ലോറിൽ ഈ സബ്ജക്ട് കമ്മിറ്റി വേവ് ചെയ്യുന്ന ഇതിനു വേണ്ടി ചട്ടം 142, 143 അനുസരിച്ചുള്ള വേവിംഗ് കൊടുക്കണമെന്ന് സ്പീക്കർ ഫ്ലോറിൽ പറഞ്ഞു. അപ്പോഴും പ്രതിപക്ഷം ഒന്നും അല്ല, അതായത് നേരത്തെ പറഞ്ഞ ധാരണയില്ലേ, അധിക നികുതി കാര്യങ്ങളൊന്നും ഇല്ല. അധിക നികുതി ഇല്ലാത്തത് കൊണ്ടല്ലേ കഴിഞ്ഞ തവണത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഫൈനാൻസ് ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് പോകാതിരുന്നത്. അപ്പോൾ അധിക നികുതിയൊന്നും വേറെ മറ്റൊന്നും വരാനില്ല. നേരത്തെ ഉള്ളതിൽ ഞങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാണ് ഞങ്ങളെടുത്ത് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യോജിക്കുകയാണ് ചെയ്തത്. അതെ, ആ സമയത്തും ഇത്തരത്തിൽ അല്ലല്ല, ധനവിനിയോഗ ബില്ലിന്റെ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തിയല്ലോ നേരത്തെ തന്നെ. ഈ കാര്യം വരുന്നില്ല എന്നല്ലേ എന്നാ പറഞ്ഞത്? അതല്ലേ ഞങ്ങൾ ഇതിന്റെ തുറ നടപടി എല്ലാം എതിർക്കാതിരുന്നത് ഈ ധാരണയിലാണ്. എതിർക്കാതിരുന്നത് ഞങ്ങൾ പുതുതായിട്ടൊന്നും കൊണ്ടുവരുന്നില്ല, പഴയ അതേ നില തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. നമ്മളെല്ലാം പാസ്സാക്കിയതല്ലേ, ഇനി വീണ്ടും എല്ലാ കാര്യങ്ങളും സബ്ജക്ട് കമ്മിറ്റിക്ക് പോകേണ്ടതില്ല. ഞങ്ങൾ അതിനോട് യോജിക്കുകയാണ് ചെയ്തത്. മുഖ്യമന്ത്രിയായിരുന്ന പ്രതിപക്ഷ നേതാവിന് ഇങ്ങനൊരു നികുതി വരുമെന്ന് അറിയാത്തതല്ല എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. അത്രമാത്രം പിന്നെ മറ്റേ ഈ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായ ശക്തി എനിക്കില്ല ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കാരണം ഇങ്ങനെയൊരു ഒളിച്ചു വെച്ച കാര്യം വരാനിടയുണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ല. അല്ല, പ്രതിപക്ഷം അതിൽ പൂർണ്ണമായിട്ടും സർക്കാരിനെ അന്ധമായി വിശ്വസിക്കുകയാണോ പ്രതിപക്ഷം ചെയ്തത്? സർക്കാരും സർക്കാരിന്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയും പറയുന്ന കാര്യം ആദ്യമേ തന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഓരോന്നും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുക. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളത് വിശ്വാസത്തിലെടുത്തു എന്നുള്ളതാണ് ശരി. അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അനുഭവത്തിൽ അത് ശരിയായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് അന്നേരം അങ്ങനെ ഒരു തോന്നലില്ല. അതാണ്. അതെല്ലാം കാലത്തെ ആശ്രയിച്ച് നിൽക്കുന്നതാണല്ലോ. ഏതായാലും 2-3 മാസം ഞങ്ങൾ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകണം എന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ അതിൽ നിന്ന് വിപരീതമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം വലിയ എതിർപ്പ് കോൺഗ്രസ് നടക്കുമെന്ന് വന്നിട്ടും ഇന്നലെ ഗവർണർ അത് ഒപ്പിട്ടു, തീരുമാനമായി കഴിഞ്ഞു. എന്താണ് അതിൽ CPM നിലപാട്, പ്രതിപക്ഷത്തിന്റെ നിലപാട്? അല്ല, ഞങ്ങൾക്കതിൽ പ്രത്യേക നിലപാടിന്റെ കാര്യമൊന്നുമില്ല. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ഒരു നിയമവിദഗ്ധനെ സാധാരണ വെക്കാറുണ്ട്, ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള ആളെ വെക്കാറുണ്ട്. ഞങ്ങളൊരാളെ നിർദ്ദേശിച്ചതായിരുന്നു ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് തന്നെയുള്ള. അത് ഗവർണർ പ്രത്യേകമായ കാരണങ്ങളാൽ, എന്താ കാരണമെന്ന് ഒരു തരത്തിലും വ്യക്തമല്ല, തീർത്ത ദുരൂഹമായിട്ട് തന്നെ ആ അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ വേറൊരാളെ പറഞ്ഞിരിക്കുന്നു, അത് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു. അതിനോട് ഞങ്ങൾക്ക് പ്രത്യേക അഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ ഇടയിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിന്റെ കാര്യങ്ങൾ അവരാണ് വ്യക്തമാക്കേണ്ടത്. അതെ, അത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്, ഞങ്ങളല്ല വ്യക്തമാക്കേണ്ടത്. ഞങ്ങൾക്ക് അതിൽ പ്രത്യേകമായ നിലപാടില്ല. അത് പിന്നീട് ആലോചിക്കേണ്ട കാര്യമാണ്. സർക്കാരിന്റെ നിലപാട് നോക്കി തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ നിർത്താം.